നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ നമ്മുടെ ഇടയ്ക്കൊക്കെ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതാനും കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത നോവലായ പാത്തുമ്മയുടെ ആടിലെ ഒരു പ്രധാന കഥാപാത്രമായ പാത്തുമ്മയാണ് ഞാൻ. അല്ലോ പാവാടിന് പൈക്കുന്നുണ്ടാവും, ഞാൻ കുറച്ച് ചപ്പ് കൊടുക്കട്ടെ. പത്തിരി ചുട്ട് വിളമ്പി നടക്കണ മുത്തൊളി പാത്തുമ്മ. ഹായ്, നല്ല രസമുണ്ടല്ലോ. ഇന്ന് കൂട്ടാൻ ഇതന്നെ ആക്കാം. പത്തിരി ചുട്ട് വിളമ്പി നടക്കണ മുത്തൊളി പാത്തുമ്മ. അല്ല, നിങ്ങൾ എന്ത് ഇവിടാ? നിങ്ങൾ ആരും ചാടിന് കഞ്ഞിവെള്ളം കുടിച്ചിട്ടില്ല? മജീദേ, ഒന്നും എത്രയാ? ഇമ്മിണി വല്യെന്നാ? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ബഷീറിന്റെ കൃതിയിലെ നായിക കഥാപാത്രമാണ് ഞാൻ. എന്റെ പേര് സൈനബ. ഒറ്റക്കടൽ പോക്കയുടെ ഓമന മകളാണ് ഞാൻ. സ്ഥലത്തെ പ്രധാന സുന്ദരിയും സുമുഖിയുമാണ് ഞാൻ. മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ട് കളിയിൽ ചെയ്യിപ്പിച്ചത് എന്റെ ബുദ്ധിയാണ്. എന്റെ കുഞ്ഞിപ്പാത്തുമ്മ. ഇസ്ലാമികളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീയേ ആനമക്കാരിയുടെ പുന്നാരമോളുടെ പുന്നാരമോള. നിന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അതിന്റെ പുന്നാരാനേ. ഇതാണ് ഭാഗ്യമർഗ്. പിന്നെ ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇക്ക് ഹജ്ജിന് പോകാന്. കല്യാണത്തിന് ഓള് ബാപ്പാടെ പട്ടായ്മക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുന്റെ കല്യാണം നടക്കും. ഓളെ ആനമക്കാരിയുടെ പുന്നാരമോളുടെ പുന്നാരമോളാ. പിന്നെ അന്റെ ബാപ്പ എന്നെ കെട്ടാൻ വന്നത് അതിന്റെ പുറത്ത് കയറിയിട്ടാ. നമസ്കാരം. വിശ്വവിഖ്യാത കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ പടച്ചോനെ, പഴുത്ത ചക്ക മുഴുവനും കാക്കി അണ്ണാൻ തിന്നാണല്ലോ. ഒരു മരം നട്ട് വലുതാക്കുമ്പോൾ അതിൽ പഴങ്ങൾ ഉണ്ടാകുമ്പോ ഒന്നും കിട്ടില്ല. കണ്ടില്ലേ നാശങ്ങൾ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, വരിക്കപ്ലാവിൽ ചക്ക പഴുത്ത് കാക്കി അണ്ണാൻ തിന്നുന്നത്. ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? कुमारी सोजा सोजा मैं बलहारी सोजा सोजा मैं ബലഹാരി സോജ. അരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ് ഞാൻ. പാതിരാത്രി ചാണകം മോഷിക്കാൻ വന്ന രാമൻ നായരെ